നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആഞ്ഞുവീശിയ UDF തരംഗത്തിലും കുന്നംകുളം നിലനിർത്തി LDF. ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞെങ്കിലും LDFനായി മത്സരിച്ച AC മൊയ്തീൻ ഹാട്രിക് വിജയത്തോടെ 4563 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ PT അജയ് മോഹനെ പരാജയപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,631 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു മൊയ്തീൻ കുന്നംകുളത്ത് ജയിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ AC മൊയ്തീൻ 69,522 വോട്ടുകൾ നേടിയപ്പോൾ PT അജയ് മോഹന് 64,959 വോട്ടും മൂന്നാം സ്ഥാനത്തായ NDA സ്ഥാനാർത്ഥി BJPയുടെ KR റജിലിന് 17,104 വോട്ടും ലഭിച്ചു. സഹകരണ മേഖലയിലെ കരുത്തും മണ്ഡലത്തിലെ സുസമ്മതനായ വ്യക്തിത്വവും മൊയ്തീന് തുണയായി. NDA സഖ്യത്തിൽ മത്സരിച്ച BDJSന്റെ KR റജിൽ നേടിയ 17,104 വോട്ടും LDF വിജയത്തിൽ നിർണായകമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ K രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ കുന്നംകുളം നിയമസഭാ മണ്ഡലപരിധിയിൽ 20,111 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം 4,563 കുറഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP വിജയം കുന്നംകുളത്തെ വോട്ടർമാരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നത് LDFന് ആശങ്കയായിരുന്നുവെങ്കിലും UDF തരംഗത്തിനിടയിലും മണ്ഡലം നിലനിർത്താനായത് LDFന് ഒടുവിൽ ആശ്വാസമായി. കുന്നംകുളം നഗരസഭയും ചൊവ്വന്നൂർ, എരുമപ്പെട്ടി, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, വേലൂർ എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് കുന്നംകുളം മണ്ഡലം. 2006 മുതൽ തുടർച്ചയായി 2 പതിറ്റാണ്ടായി LDF ആണ് കുന്നംകുളത്ത് ജയിച്ചു വരുന്നത്. തൃശൂർ ജില്ലയിൽ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പോയ പരിശോധനയ്ക്ക് ഇപ്പോൾ സമയമില്ലല്ലോ. പക്ഷേ പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവ്, ഇതിനേക്കാൾ കൂടുതൽ വിജയം ഉണ്ടാകാമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പിലിപ്പോൾ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഞങ്ങളെ വിജയിപ്പിച്ച വോട്ടർമാരോട് ആദ്യമേ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച, ഞങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ, വിവിധ ഇനത്തിൽ ഞങ്ങളെ വിവിധ തലത്തിലൊക്കെ സഹായിച്ച ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDFന് മേൽക്കൈ ഉണ്ടായി. ആ വിജയം ഞങ്ങൾ അംഗീകരിക്കുക. പക്ഷേ ആ വിജയത്തിൻ്റെ പുറകിലുള്ള വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ കുന്നംകുളത്തെ അനുഭവമുണ്ട്. കൊടുങ്ങല്ലൂരിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വോട്ട് കച്ചവടത്തിന് വേണ്ടി പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തുകയും BJPയുമായി ധാരണയുണ്ടാക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് 2 എണ്ണമാണ്. കുന്നംകുളത്ത് കഴിഞ്ഞ 27,000 വോട്ട് കിട്ടിയതിപ്പോൾ 17,000 ആയിട്ട് ചുരുങ്ങി. BJPക്കാർ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ആ വോട്ട് അപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരും ഇതേ പാറ്റേൺ കാണാം. ഞാൻ ചാവക്കാട് മറ്റു സ്ഥലങ്ങളും അങ്ങനെ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഏതാനും സീറ്റിന് വേണ്ടി 10 വർഷക്കാലം ഭരണത്തിലില്ല എന്നുള്ളതിൻ്റെ പേരിൽ അധികാരത്തിൽ വരാൻ വേണ്ടി രാജ്യത്ത് മതേതരത്വം തകർക്കുന്ന കക്ഷികളുമായി, ഗാന്ധിഘാതകരുമായി പോലും കൂട്ടുകൂടാൻ മടിയില്ലാത്തവരായി കേരളത്തിലെ UDF സേന മാറിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ലീഗും ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്കുള്ള 2016 AC മൊയ്തീൻ വിജയിച്ച് മന്ത്രിയായി. 2021 തെരഞ്ഞെടുപ്പിലും AC മൊയ്തീൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്വാധീനം ശക്തമായി. 2021 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ AC മൊയ്തീൻ 75,532 വോട്ടുകൾ നേടി ജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ K ജയശങ്കർ 48,901 വോട്ടുകളാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ 27,833 വോട്ടുകൾ നേടി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരുന്നു.